എന്താണ് 2026 നടക്കാനിരിക്കുന്ന മണ്ഡല പുനർനിർണയം അഥവാ ഡീലിമിറ്റേഷൻ? നമുക്ക് പരിശോധിക്കാം. ചരിത്രം തുടങ്ങുന്നത് 1960കളിലാണ്. രാജ്യം ജനസംഖ്യാ വിസ്ഫോടനത്തെ ഭയന്നപ്പോൾ കേരളവും തമിഴ്നാടും അടക്കമുള്ള തെക്കൻ സംസ്ഥാനങ്ങൾ കുടുംബാസൂത്രണം മാതൃകാപരമായി നടപ്പിലാക്കി. ഈ നേട്ടം കാരണം രാഷ്ട്രീയ പ്രാതിനിധ്യം നഷ്ടപ്പെടാതിരിക്കാൻ 1976 ഇന്ദിരാഗാന്ധി സർക്കാർ 42ാം ഭേദഗതിയിലൂടെ ജനസംഖ്യ നിയന്ത്രിക്കാനുള്ള സംസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യം നഷ്ടപ്പെടാതിരിക്കാൻ 1971 സെൻസസ് അടിസ്ഥാനമാക്കി പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം 25 വർഷത്തേക്ക് അന്ന് മരവിപ്പിച്ചു. പിന്നീട് 2001 വാജ്പേയി സർക്കാരും ഇത് 25 വർഷത്തേക്ക് കൂടി നീട്ടി. എന്നാൽ 2026 ഈ കാലാവധി അവസാനിക്കുകയാണ്. ഇനി കണക്കുകൾ നോക്കാം. നിലവിൽ ലോക്സഭയിൽ 543 സീറ്റുകളാണുള്ളത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സൗകര്യമനുസരിച്ച് ഇത് 850 വരെയായി ഉയർന്നേക്കാം. ഇവിടെയാണ് കളി മാറുന്നത്. ഹിന്ദി ബെൽറ്റിൽ ഉത്തർപ്രദേശിന് 13 സീറ്റും ബീഹാറിന് 9 സീറ്റും അധികം ലഭിക്കുമ്പോൾ അവരുടെ സ്വാധീനം 45% ഉയരും. പക്ഷേ ദക്ഷിണേന്ത്യയിൽ കേരളത്തിന് 20ൽ നിന്നും 23 സീറ്റുകൾ ലഭിക്കുമെങ്കിലും ദേശീയ അനുപാതം വെച്ച് നോക്കിയാൽ നമുക്ക് ലഭിക്കേണ്ട 34 സീറ്റുകൾക്ക് പകരം വെറും 23 എണ്ണത്തിൽ ഒതുങ്ങേണ്ടി വരും. ഫലത്തിൽ തമിഴ്നാടിന് 11ഉം കേരളത്തിന് 8ഉം 10ഉം വരെ സീറ്റുകളും അതുപോലെ തന്നെ അനുപാത നഷ്ടം സംഭവിക്കുന്നു. ദക്ഷിണേന്ത്യയെ ഒരു കോളനിയാക്കി മാറ്റാൻ വേണ്ടിയുള്ളതാണ് ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന ബിൽ എന്നാണ് രാജ്യസഭ MP ജോൺ ബ്രിട്ടാസിന്റെ അഭിപ്രായം. സാമ്പത്തിക അധികാരത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി മറ്റെല്ലാ അധികാരങ്ങളുടെയും കാര്യത്തിൽ നടക്കുമെന്നും വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ ഇപ്പോൾ കൊടുംചതി കേന്ദ്ര സർക്കാർ നടത്താൻ പോകുന്നുവെന്നുമാണ് ബ്രിട്ടാസ് ഉയർത്തുന്ന വാദം. ഇത് ദക്ഷിണേന്ത്യയുടെ മരണ വാറന്റാണെന്നും MP പറയുന്നു. അതേസമയം തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK അധ്യക്ഷനുമായ സ്റ്റാലിൻ കേന്ദ്രത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ബില്ലുമായി മുന്നോട്ട് പോയാൽ കേന്ദ്ര സർക്കാർ ഇതുവരെ കാണാത്ത തമിഴ്നാടിനെ കാണേണ്ടി വരുമെന്നും 1950-60കളിൽ കണ്ട പഴയ DMK വീണ്ടും തെരുവിൽ കാണാമെന്നും സ്റ്റാലിൻ്റെ വെല്ലുവിളി. മണ്ഡല പുനർനിർണയത്തിനെതിരെ ദക്ഷിണേന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ദക്ഷിണേന്ത്യയിലെ മറ്റു മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യ ഇതിനെ എതിർക്കുന്നത്? കേന്ദ്ര നയങ്ങൾ ശരിയായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളെ ജനസംഖ്യയുടെ പേരിൽ ശിക്ഷിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രം വിചാരിച്ചാൽ ഇന്ത്യയിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് രാജ്യം പോയേക്കാം. അങ്ങനെ വന്നാൽ ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ പ്രാധാന്യം വെറും നോക്കുകുത്തിയായി മാറും. കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക വിഹിതവും ഇതിലൂടെ വലിയ ഇടിവുണ്ടാക്കും. നമ്മുടെ വോട്ടിൻ്റെ മൂല്യം കുറയുന്ന ഈ നീക്കം ഫെഡറലിസത്തിന് ഭീഷണിയാണോ? വികസനം ശിക്ഷാർഹമാണോ എന്നീ ചോദ്യമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉയർത്തുന്നത്.